ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ എറർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ടുള്ള ഗ്രാമറൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകാം. അത്ര ടഫ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കാരണം നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് നമ്മുടെ ലെവൽ കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ചോദ്യം: I have not played cricket since I have left college. No error. അപ്പോൾ ഇതിനകത്ത് എറർ എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ ഇവിടെ ഓപ്ഷൻസ് ഇട്ടേക്കാം. നിങ്ങളപ്പോൾ വേഗം ആലോചിച്ചിട്ട് ആൻസർ പറയാം കേട്ടോ. എറർ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നോ എറർ എന്ന് പറയാം. ഐ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ് സിൻസ് ഐ ഹാവ് ലെഫ്റ്റ് കോളേജ്. ഇവിടെ ആൻസർ ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അല്ലേ. സിൻസ് ഐ ഹാവ് ലെഫ്റ്റ് കോളേജ് എന്നല്ല വരണ്ടേ, അതിന് പകരം എന്ത് വരണം? സിൻസ് ഐ ലെഫ്റ്റ് കോളേജ് എന്ന് വരണം അല്ലേ. ഇവിടെ നമുക്ക് ഹാവിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിൻസിന് മുമ്പാണ് നമ്മുടെ ഡാഷ് എങ്കിൽ അവിടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഇവിടെ നോക്കിയ സിൻസിന് മുമ്പാണ് ഹാവ് പ്ലേഡ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബാണ് വരേണ്ടത് അല്ലെ. അപ്പൊ സിൻസിന് മുമ്പാണെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. സിൻസിന് ശേഷമാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? അപ്പൊ ഇവിടെ കണ്ടോ, ഹാവ് ലെഫ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹാവിന്റെ ആവശ്യമില്ല, നമുക്ക് ലെഫ്റ്റ് മാത്രം മതി. അതല്ല നമ്മുടെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ലീവിന്റെ പാസ്റ്റ് ടെൻസ് വരുന്നത് ലെഫ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെയാണ് മിസ്റ്റേക്ക് കേട്ടോ. അപ്പൊ അത് അറിയാത്തവരുണ്ടെങ്കിൽ ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. No sooner did the sun rise when we took a hasty breakfast and resumed the journey. No error. അപ്പൊ ഇതിനകത്ത് എറർ ഉണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ നോ എറർ എന്ന് പറയാം കേട്ടോ. ആലോചിച്ചിട്ട് പറഞ്ഞേ ആൻസർ. ഈ ഒരു പോർഷനിലാണ് മിസ്റ്റേക്ക് വരുന്നത്. വെൻ വി ടുക്ക് എ ഹേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെൻ അല്ല വരണ്ടേ അല്ലേ. എന്താ വരണ്ടേ? ദാൻ എന്ന് വരണം. റീസൺ എന്താ? നോ സൂണറിന് ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ഏതാണ്? ദാൻ ആണ്. നോ സൂണർ ദാൻ എന്ന് പറയാ കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ വെന്ന് യൂസ് ചെയ്യുക? ഹാർഡ്ലിയുടെ ഒപ്പമൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വെന്ന് യൂസ് ചെയ്യുക. ഓക്കെ, ഹാർഡ്ലി വെൻ എന്ന് പറയും. അത് ഓർക്കാൻ വേണ്ടിയിട്ട് HW ഹോംവർക്ക് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. ഹാർഡ്ലി വരികയാണെങ്കിൽ വെൻ ആണ്. അതേസമയം നോ സൂണർ ആണെങ്കിൽ എന്താ വരണ്ടേ? ദാൻ വരണം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേ വാക്ക്ഡ് ബിസൈഡ്സ് ഈച്ച് അതർ ഇൻ സൈലൻസ്. നോ എറർ. ശ്രദ്ധിച്ചു വായിച്ചോളൂ. ദേ വാക്ക്ഡ് ബിസൈഡ്സ് ഈച്ച് അതർ ഇൻ സൈലൻസ്. നോ എറർ. ഇവിടെ എവിടെ മിസ്റ്റേക്ക് വരുന്നേ? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പൊ ബിസൈഡ്സ് അല്ല വരണ്ടേ, പകരം എന്താ വരണ്ടേ? ബിസൈഡ് എന്ന് വരണം. എസിന്റെ ആവശ്യമില്ല അല്ലെ. ബിസൈഡ് എന്ന് വരണം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ ടു, അത് കൂടാതെ, ഇൻ അഡീഷൻ ടു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു എസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ അഡീഷൻ ടു എന്നുള്ള രീതിയിൽ ഓർക്കാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഈ ബിസൈഡും ബിസൈഡ്സ് ഒക്കെ PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്കാണ്, ശ്രദ്ധിച്ചേക്കുക. ദേ വാക്ക്ഡ് ബിസൈഡ് ഈച്ച് അതർ ഇൻ സൈലൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ എസ് വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ദേ വാക്ക്ഡ് ബിസൈഡ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. To perform this experiment, drop little sugar into a glass of water. No error. ഒന്നുകൂടെ പറയാം. To perform this experiment, drop little sugar into a glass of water. No error. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പറഞ്ഞോളൂ. യെസ്, ഇതാണ് കേട്ടോ. ഡ്രോപ്പ് ലിറ്റിൽ ഷുഗർ അല്ല, എന്താ വരണ്ടേ? ഡ്രോപ്പ് എ ലിറ്റിൽ ഷുഗർ എന്ന് വരണം അല്ലെ. കുറച്ച് ഷുഗർ ഇടണം എന്നുള്ള രീതിയിലല്ലേ പറയാ. ടു പെർഫോം ദിസ് എക്സ്പെരിമെന്റ്, കുറച്ച് ഷുഗർ ആ ഗ്ലാസ് ഓഫ് വാട്ടറിനകത്ത് ഇടണം എന്നുള്ളൊരു മീനിങ് ഇല്ല. അപ്പൊ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ഇല്ല എന്നുള്ള മീനിങ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് എ ലിറ്റിൽ വരണം. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The Republicans had better to get used to the fact that in all probability they are going to lose. എന്താ ആൻസർ വരിക? ആൻസർ എന്നിട്ടേക്കാം ABCD കേട്ടോ. ഇതിൽ എറർ ഉണ്ടെങ്കിൽ എറർ ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആൻസർ ഇതാണ്. ഇവിടെയാണ് മിസ്റ്റേക്ക്. ദ റിപ്പബ്ലിക്കൻസ് ഹാഡ് ബെറ്റർ ടു എന്നല്ല, ദ റിപ്പബ്ലിക്കൻസ് ഹാഡ് ബെറ്റർ എന്ന് മതി. ഇവിടെ ടൂവിന്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ പറയില്ലേ ദേ ഹാഡ് ബെറ്റർ ഗോൺ അല്ലെങ്കിൽ ദേ ഹാഡ് ബെറ്റർ ഡൺ, അങ്ങനെയല്ല പറയാ. അല്ലാണ്ട് നമ്മളൊരു ടു കൂട്ടിയിട്ട് പറയാറില്ല കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ വെർബ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2/3 ഓഫ് ദി റോഡ്സ് ഫ്രം A to B is at least 5 miles long. ഇതിനകത്തുള്ള എറർ കണ്ടുപിടിക്കാനാണ് ചോദ്യം കേട്ടോ. നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 2/3 ഓഫ് ദി റോഡ് ഫ്രം A to B is at least 5 miles ലോങ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ എന്താ ഇവിടെ മിസ്റ്റേക്ക്? ഇസ് അല്ല, ഇവിടെ എന്ത് വരണം? 6 വരണം. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലത്തെയുള്ള വാക്കുകളുണ്ടല്ലോ, 2/3, അതായത് ഫ്രാക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്ന കേസ്.
അപ്പൊ ഇതേപോലുള്ള ഫ്രാക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിനുശേഷം വന്നിട്ടുള്ള വാക്ക് നോക്കുക. ഇവിടെ റോഡ്സ് ആണ് അല്ലെ, റോഡ്സ് ആണ്. റോഡ്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ അതിനുശേഷം വരേണ്ട ക്രിയ എങ്ങനെയായിരിക്കണം? ക്രിയ പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, പ്ലൂറൽ ആയിരിക്കണം. ഒന്നുകൂടെ പറയാം. 2/3 ഇതേപോലെയുള്ള 1/3 2/3 എന്നൊക്കെ പറഞ്ഞു വരുന്ന ഫ്രാക്ഷൻ കേസുകൾ അതിനുശേഷം വരുന്ന ഈ നൗൺ നോക്കുക. ഇവിടെ റോഡ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ, അത് കൗണ്ടബിൾ ആയതുകൊണ്ട് അതിനുശേഷം വരുന്ന ക്രിയ എങ്ങനെയായിരിക്കണം? അത് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അതല്ലാണ്ട് 2/3 ശേഷം എപ്പോഴും പ്ലൂറൽ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരണ്ടേ? ഇസ് അല്ല വരണ്ടേ, ആറ് വരണം. ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സപ്പോസ് 2/3 ഓഫ് ദി മണി, ഇപ്പൊ ഇവിടെ റോഡ്സിന് പകരം മണി ആണെന്ന് വിചാരിച്ചോ കേട്ടോ. 2/3 ഓഫ് ദി മണി ഡാഷ് ടു ചാരിറ്റി, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. 2/3 ഓഫ് ദി മണി ഡാഷ് ടു ചാരിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ വരേണ്ട ആൻസർ എന്താ? ഗോസ് ആണ്. 2/3 ഓഫ് ദി മണി ആണ് കേട്ടോ. മണി ഗോസ് എന്നാണ് നമ്മൾ പറയുക. കാരണം എന്താ? ഈ മണി എന്ന് പറയുന്ന അൺകൗണ്ടബിൾ ആണ് അല്ലെ. അൺകൗണ്ടബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. മനസ്സിലായോ? ഇവിടെ റോഡ്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. ഓക്കെ, കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ വെർബും അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. I shall not come unless I am not invited. No error. പറഞ്ഞോളൂ. I shall not come unless I am not invited. No error. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ സി ആണ് അല്ലെ. I shall not come unless I am not invited എന്ന് വേണ്ട. എന്താ വരണ്ടേ? I am invited മതി. കാരണം എന്താ? ഈ അൺലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് നോട്ട് എന്നുള്ള മീനിങ് ആണ്. അൺലെസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇഫ് നോട്ട് എന്നുള്ള മീനിങ്. ഓൾറെഡി അതിനകത്തൊരു നോട്ട് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അൺലെസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, അതിനുശേഷം നോട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് കേട്ടോ. കിട്ടിയല്ലോ. സോ ഐ ഷാൽ നോട്ട് കം അൺലെസ് ഐ ആം ഇൻവൈറ്റഡ്, ഇതാണ് അതിന്റെ കറക്റ്റ് ഫോം. അടുത്ത ചോദ്യം. മീരാസ് പാരന്റ്സ് ഒപ്പോസ്ഡ് ഹർ മാരേജ് വിത്ത് ബെൻ. നോ എറർ. വേഗം പറഞ്ഞോളൂ. മീരാസ് പാരന്റ്സ് ഒപ്പോസ്ഡ് ഹർ മാരേജ് വിത്ത് ബെൻ. നോ എറർ. ഇവിടുത്തെ മിസ്റ്റേക്ക് മാരേജ് വിത്ത് ബെൻ അല്ല, എന്താ പറയണ്ടേ? മാരേജ് ടു ബെൻ എന്ന് പറയണം അല്ലെ. മാരേജ് ടു ബെൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. പ്രപ്പോസിഷൻ ആണ് കേട്ടോ. മാരേജ് ടു ബെൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ബോയ്സ് ഹേറ്റ്സ് ഈച്ച് അതർ. നോ എറർ. മിസ്റ്റേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. വേഗം പറഞ്ഞോ. എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്? എ ബി സി. ഇതിനകത്തുള്ള മിസ്റ്റേക്ക് ഈ പോർഷനിലാണ്, ബിയിലാണ് അല്ലെ. ദ ബോയ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അതിനുശേഷം നമ്മൾ എസ് കൂട്ടിയിട്ട് പറയേണ്ട ആവശ്യമില്ല. ദ ബോയ്സ് ഹേറ്റ് ഈച്ച് അതർ ആണ് ആൻസർ ആയിട്ട് വരിക. ഇതെല്ലാവരും ശരിയാക്കി തന്നെ പ്രതീക്ഷിക്കണം കേട്ടോ. നമ്മുടെ കോൺകോഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള റൂളാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ആസ് എ റൂൾ ഐ എബ്സ്റ്റെയിൻ ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. നോ എറർ. ഓക്കെ, പറഞ്ഞോളൂ. ആസ് എ റൂൾ ഐ എബ്സ്റ്റെയിൻ ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. നോ എറർ. എവിടെയാ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. എന്താ കാര്യം? എബ്സ്റ്റെയിൻ ഓഫ് എന്നല്ല പറയണ്ടേ കേട്ടോ. എന്താ പറയണ്ടേ? എബ്സ്റ്റെയിൻ ഫ്രം എന്ന് വേണം യൂസ് ചെയ്യാൻ. അതായത് ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ചില പ്രപ്പോസിഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ എപ്പോഴും ഓർത്ത് വയ്ക്കുക, എബ്സ്റ്റെയിൻ ഫ്രം ആണ് കേട്ടോ. ആസ് എ റൂൾ ഐ എബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഐ മെറ്റ് ഹിം 2 weeks before. നോ എറർ. പറഞ്ഞോളൂ. ഐ മെറ്റ് ഹിം 2 weeks before. നോ എറർ. ആൻസർ ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക്. ഓക്കെ, ഐ മെറ്റ് ഹിം 2 weeks ബിഫോർ എന്നല്ല, നമ്മൾ എന്ത് പറയണം? എഗോ എന്ന് പറയണം. കാരണം എന്താ? ഇവിടെ മെറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. മീറ്റിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ്. അങ്ങനെ പാസ്റ്റ് ടെൻസ് വരുന്ന കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഗോ ആണ്. ഓക്കെ, എഗോ ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം 2 ആഴ്ചക്ക് മുമ്പാണ്. അങ്ങനെ വരുന്ന കേസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എഗോ എന്നുള്ള വാക്കായിരിക്കും, ബിഫോർ അല്ല. ബിഫോർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ബിഫോർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒപ്പമായിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒപ്പമായിരിക്കും ബിഫോർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വി ലുക്ക് ഫോർവേഡ് ടു സീ യു അഗെയിൻ. നോ എറർ. പറഞ്ഞോളൂ. ഇവിടുത്തെ ആൻസർ എന്താ വരണ്ടേ? വി ലുക്ക് ഫോർവേഡ് ടു സീ യു അഗെയിൻ. നോ എറർ. ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ. വി ലുക്ക് ഫോർവേഡ് ടു സീ അല്ല, സീയിങ് എന്ന് വേണം വരാൻ കേട്ടോ. അതായത് ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ING കൂട്ടിയിട്ട് പറയണം. അപ്പൊ ഫോർവേഡ് ടു, ലുക്ക് ഫോർവേഡ് ടുവിനൊക്കെ ശേഷം നമ്മൾ ജെറൻ ഫോം യൂസ് ചെയ്യണം. സീയിങ് വേണം പറയാൻ. വി ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു അഗെയിൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം. ഹി റിമ ഗ്രേറ്റ് ലീഡർ ഡെസ്പൈറ്റ് ഓഫ് ഏജ് ആൻഡ് ഇൻഫോർമിറ്റി. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കട്ടെ. പറഞ്ഞോ, ഏത് ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഡെസ്പൈറ്റ് ഓഫ് നമ്മൾ പറയില്ല. നമ്മൾ എന്താ പറയാ? ഒന്നല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് പറയും. ഇൻസ്പൈറ്റ് ഓഫിന് പകരം യൂസ് ചെയ്യുന്ന വാക്കാണ് ഡെസ്പൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഹി റിമെയിൻ എ ഗ്രേറ്റ് ലീഡർ ഡെസ്പൈറ്റ്
ഏജ് ആൻഡ് ഇൻഫോർമിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. കിട്ടിയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗോപൻ ഇസ് വൈസർ ദാൻ സ്ട്രോങ്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ഇത് തെറ്റാണ് അല്ലെ. ഗോപൻ ഇസ് വൈസർ ദാൻ സ്ട്രോങ് എന്ന് പറയില്ല. കാരണം എന്താ, ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? മോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുക, അതായത് വൈസ് എന്നാ പറയാ അല്ലെ. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരേണ്ടത്? ഗോപൻ ഇസ് മോർ വൈസ് ദാൻ സ്ട്രോങ് എന്ന് വേണം വരാൻ കേട്ടോ. അപ്പൊ പോസിറ്റീവ് ഡിഗ്രി ആണെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കണേ, അല്ലാണ്ട് മോറിന് ശേഷം ഈ വൈസർ ആണെന്നൊന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ. കിട്ടിയല്ലോ? ഇനി അടുത്ത ചോദ്യം, ഡോണ്ട് സ്പീക്ക് സോ ഫാസ്റ്റ്ലി. ഇതിനകത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫാസ്റ്റ്ലി അല്ല അല്ലെ, ഡോണ്ട് സ്പീക്ക് സോ ഫാസ്റ്റ് എന്നാ പറയാ കേട്ടോ. ഫാസ്റ്റ്ലി എന്നുള്ളൊരു വാക്കില്ല കേട്ടോ, ഒരു പ്രയോഗം ഇല്ല, നമ്മൾ റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഡോണ്ട് സ്പീക്ക് സോ ഫാസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഹി ഹാസ് റെഡ് മച്ച് ബുക്സ്. എന്താ മിസ്റ്റേക്ക് വരുന്നത്? ഹി ഹാസ് റെഡ് മച്ച് ബുക്സ് എന്നല്ല പറയാ അല്ലെ, എന്ത് പറയണം? മെനി ബുക്സ് എന്ന് പറയണം. ഹി ഹാസ് റെഡ് മെനി ബുക്സ്. കാരണം എന്താ, ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്നതാ അല്ലെ, കൗണ്ടബിൾ ആണ്. അപ്പൊ കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? മെനി ആണ് യൂസ് ചെയ്യുക. ദർ ആർ മെനി സ്റ്റുഡൻസ് ഇൻ ദി കോളേജ് അല്ലെ. അപ്പൊ മെനി യൂസ് ചെയ്യുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്, കൗണ്ടബിളിന്റെ കേസാണ് കേട്ടോ. മച്ച് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? അൺകൗണ്ടബിളിന്റെ ഒപ്പമാണ് അല്ലെ. മച്ചിനകത്തൊരു യു ഉണ്ടല്ലോ, അപ്പൊ അൺകൗണ്ടബിളിനകത്തും യു ഉണ്ട്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺകൗണ്ടബിളിനകത്തും യു ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹി സാറ്റ് ബിസൈഡ്സ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. ഇത് നിങ്ങൾ പറയും അല്ലെ, ഹി സാറ്റ് ബിസൈഡ്സ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. വേഗം ആൻസർ പറഞ്ഞേ. ആൻസർ ഹി സാറ്റ് ബിസൈഡ് എന്ന് വേണം, എസിന്റെ ആവശ്യമില്ല. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു എന്നുള്ളൊരു മീനിങ് ആണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ അല്ലെ, അവൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അരികിൽ ഇരുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് കേട്ടോ, എസിന്റെ ആവശ്യമില്ല. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഐ ഡു നോട്ട് ഹാവ് സം മണി. എന്താ വരണ്ടേ? ഐ ഡു നോട്ട് ഹാവ് സം ആണോ വരണ്ടേ? അല്ല, എന്ത് വരണം? എനി വരണം. കാരണം എന്താ, ഈ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കൂടുതലും ഈ നെഗറ്റീവ് വാക്കുകളുടെ ഒപ്പം യൂസ് ചെയ്യുന്ന വാക്ക് ഏതാ? എനി ആണ്, സം അല്ല പറയാട്ടോ. സോ ഐ ഡു നോട്ട്, അപ്പൊ എന്ത് വരണം? ഐ ഡു നോട്ട് ഹാവ് എനി മണി എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.